ധർമ്മസ്ഥലയിലെ തെളിവെടുപ്പിൽ നിന്ന് പോലീസിന്റെ ദുരൂഹമായ പിന്മാറ്റം എന്നതാണ് നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയായി മുന്നിലുള്ളത്. സാക്ഷി സ്ഥലത്തെത്തിയെങ്കിലും പോലീസ് തെളിവെടുപ്പിനെത്തിയിട്ടില്ല. തെളിവെടുപ്പിനായി വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി സ്ഥലത്ത് നേരത്തെ തന്നെ എത്തിയിരുന്നു. പക്ഷേ പോലീസ് സ്ഥലത്ത് എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തെളിവെടുപ്പ് മുടങ്ങുകയാണ് ചെയ്തത്. ധർമ്മസ്ഥലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായുണ്ട്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തുവരുന്ന സാഹചര്യത്തിൽ 24 വാർത്താ സംഘം ധർമ്മസ്ഥലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ വിഷയത്തിൽ മാധ്യമം എന്ന നിലയിലുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഹീസ്, ഈ ബൽത്തങ്കാടി കോടതിയിൽ നേരിട്ട് എത്തി ശുചീകരണ തൊഴിലാളി അസ്ഥികൂടവുമായി എത്തി കോടതിക്ക് മുന്നിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിനെ തുടർന്നാണ് കോടതി ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി പരിശോധന നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. അതനുസരിച്ചാണ് ഇന്ന് ഈ സംഭവങ്ങളിലെ പ്രധാന സാക്ഷിയായ ശുചീകരണ തൊഴിലാളി അതിന് തയ്യാറായിക്കൊണ്ട് ആ സ്ഥലത്ത് വന്നത്. പക്ഷേ പോലീസ് ആ സ്ഥലത്ത് എത്തിയില്ല. അതുകൊണ്ട് തെളിവെടുപ്പ് മുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദുരൂഹമായ പിന്മാറ്റത്തിന്റെ കാരണം എന്താണ്? GK വൈകിട്ട് ഒരു 3:30 ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപാണ് അദ്ദേഹം ഈ സ്ഥലത്ത് എത്തിയത്. അല്ലെങ്കിൽ ആ സ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ അസ്ഥികൂടം കുഴിച്ചെടുത്ത് കോടതിയിൽ കൊണ്ടു കൊടുത്തിരുന്നു. ആ കൊണ്ടുകൊടുത്ത അസ്ഥികൂടം കുഴിച്ചെടുത്ത സ്ഥലത്താണ് ഇയാൾ എത്തിയത്. പക്ഷേ ഇയാൾ എത്തി അരമണിക്കൂറോളം കാത്തിരുന്നു. അഭിഭാഷകരുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാറിൽ തുറന്ന സ്ഥലത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതായത് അയാളാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. അത്രമേൽ അയാളുടെ ജീവന് ഭീഷണിയുണ്ട്. കോടതി അദ്ദേഹത്തിന് സംരക്ഷണം നൽകണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അവിടെ യാതൊരു പോലീസ് സുരക്ഷയും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ പോലീസുകാരൻ പോലും പേരിന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും. അങ്ങനെ അയാൾ അവിടെ എത്തുന്നു, ശേഷം നമ്മൾ അവിടെ എത്തുന്നു. അങ്ങനെ കുറേ നേരം, ഏതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ചില പ്രാദേശിക മാധ്യമ പ്രവർത്തകർ മാത്രം അവിടേക്ക് എത്തി. അങ്ങനെ അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷം അവിടെ പോലീസ് സംഘം എത്തില്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് ഇയാൾ പിന്നീട് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനം ഒന്ന് അയാളുടെ സുരക്ഷാ വീഴ്ചയാണ്. 2 പോലീസ് അവിടേക്ക് എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളതും. കോടതി നിർദ്ദേശപ്രകാരം ഇയാൾ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഈ പോലീസ് അവിടെ പരിശോധന നടത്തണം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം, അയാൾ അസ്ഥികൂടം കുഴിച്ചെടുത്ത് കോടതിയിൽ കൊടുത്തു എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുത്ത ഇടം, അവിടെ കൂടുതൽ തെളിവെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് സജ്ജനായി തയ്യാറായ അയാൾ അവിടേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ അയാളെ കാത്തിരിപ്പിച്ച് പോലീസ് അവിടെ നിന്ന് ദുരൂഹമായി പിന്മാറുകയാണ് ചെയ്തത്. ഇവിടെയാണ് ഈ നാട്ടുകാർ കുറേ നാളായി പറയുന്ന, ഇതിന് പിന്നിൽ കുറേ വർഷങ്ങളായി ഉള്ളവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വെളിപ്പെടുന്നത്. അതായത് ഇങ്ങനെ പല നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കും. പക്ഷേ കാര്യമായ ഒന്നും തന്നെ നടക്കാറില്ല. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്ന് ഇത്രയും നേരം ഇയാൾ അവിടെ കാത്തിരിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അടക്കം പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥ, അതുമൂലമാണ് തങ്ങൾ അവിടെ നിന്ന് മടങ്ങുന്നത്. ഇനി അവിടേക്ക് പോലീസ് രേഖാമൂലം അറിയിച്ചതിനു ശേഷം മാത്രമേ എത്തുകയുള്ളൂ എന്നാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പോലീസ് പറയുന്നുണ്ട് ഈ സാക്ഷി കറക്റ്റായി വിവരങ്ങൾ നൽകുന്നില്ല, അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്നില്ല, തെളിവെടുപ്പിന് സഹകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സാക്ഷിയുടെ പ്രധാനപ്പെട്ട കൺസേൺ, അദ്ദേഹം അവിടെ നിന്ന് 10 കൊല്ലം മുമ്പ് ഒളിച്ചോടി പോയത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി മാറിയത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞ അത്രയും അധികം ഭയം കൊണ്ടാണ്. ആ ഭയം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ പോലീസ് അദ്ദേഹത്തിന് പിന്തുണ നൽകും, അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുമെന്ന് കരുതിക്കൊണ്ടാണ് അദ്ദേഹം വീണ്ടും അവിടേക്ക് എത്തുകയും ഒരു പതിറ്റാണ്ടിനിപ്പുറം വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും പോലീസിന്റെ സുരക്ഷ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇയാൾ അവിടെ വന്ന് അങ്ങനെ ഒരു ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, 1979 മുതൽ സമാന സ്വഭാവത്തിലുള്ള ധാരാളം കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരോധാനങ്ങളായി പിന്നീട് മൃതദേഹങ്ങളായി പുറത്തു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ധാരാളം കേസുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതിൽ ഒക്കെയുള്ള ഒരു അന്വേഷണം എന്നതാണ് ഈ ശുചീകരണ തൊഴിലാളി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലിലൂടെ ഇനി സംഭവിക്കാനുള്ളത്. അന്നൊക്കെ ഉണ്ടായിരുന്ന പരാതി പോലീസ് സ്റ്റേഷനിലെത്തി, ഇപ്പോൾ തിരോധാന കേസാണെങ്കിൽ കുട്ടിയെ കാണാനില്ല എന്നൊരു പരാതി കൊടുക്കാൻ ആളുകൾ വന്നാലും ആ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ല, വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ല. ആദ്യ സമയങ്ങളിൽ ബൽത്തങ്കാടിയിലായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. 2016 മാത്രമാണ് ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പരാതി നിരന്തരം ഉണ്ടായിരുന്നു. പോലീസ് ഇതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള സംശയങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതും ഈ സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു ഗ്രാമവാസികൾക്കുണ്ടായിരുന്ന ആക്ഷേപം. അത് ശരിവെക്കുന്ന തരത്തിലല്ലേ ഇന്ന് പോലീസിന്റെ ഭാഗത്തുണ്ടായ പെരുമാറ്റം? അതുകൊണ്ടല്ലേ അവർ ഈ സാക്ഷി എത്തിയിട്ടും അതിനോട് സഹകരിക്കാതെ, അല്ലെങ്കിൽ ഈ തെളിവെടുപ്പിന് നിൽക്കാതെ അതിന് പോലീസ് എത്താതിരുന്ന സാഹചര്യം ഉണ്ടായത്?
നിശ്ചയമായും GK, കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പരാതി വന്നിട്ട് എത്ര ദിവസമായി എന്ന് നമുക്കറിയാം. 10 ദിവസത്തിന് മേലായി ഈ പരാതി സജീവമായ ചർച്ചയിൽ നിൽക്കുന്നു. കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. പക്ഷേ ഇതുവരെ അവിടെ വന്നൊരു തെളിവെടുപ്പ് നടത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നിൽക്കുന്നു. പിന്നെ മുൻപ് ഇത്തരത്തിൽ പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ചിട്ടുള്ള പല വിവരങ്ങളും അത് ശരിയാണ് എന്നാണ് നമുക്കിവിടെ എത്തുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം പല കേസുകളിലും പരാതിക്കാരായിട്ടുള്ളത് ഒരു പെൺകുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞാൽ അവിടെ പരാതിക്കാരായി വരുന്നത് ഒരിക്കലും അവരെ ബന്ധുക്കളല്ല. ബന്ധുക്കൾ ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് പരാതി വാങ്ങാതെ മറ്റാരിൽ നിന്നെങ്കിലും ഇവർ പരാതി വാങ്ങും. പോലീസ് അത്തരത്തിൽ പരാതി കൈപ്പറ്റുകയും പിന്നീട് അതൊരു തെളിയിക്കപ്പെടാത്ത ഒരു മിസ്സിംഗ് കേസായിട്ടോ അല്ലെങ്കിൽ പിന്നീട് മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ അതൊരു ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ഒരു മർഡർ കേസായിട്ടോ മാത്രം എഴുതി തള്ളുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ ഈ പരാതിക്കാരായിട്ട് വന്നിട്ടുള്ളവർ അതിന് ഒപ്പിട്ട് നൽകുകയും ചെയ്യും. അവർക്ക് പിന്നീട് പരാതിയില്ല. കാരണം ഈ പരാതി വാങ്ങിയിരിക്കുന്നത് ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് അല്ല. ബന്ധുക്കൾ പരാതിയുമായി എത്തിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും പോലീസ് അത് സ്വീകരിക്കുകയുമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അത്ര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കേസ് ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ അതിന് പേരിനൊരു 3-4 ദിവസത്തെ അന്വേഷണം നടത്തും. ആരെയെങ്കിലും പിടിച്ചു പ്രതിയാക്കും. പോലീസ് പ്രതിയാക്കിയിട്ടുള്ള 95% പേരും ഇത്തരത്തിലുള്ള കേസുകളിൽ പോലീസ് പ്രതിയാക്കിയിട്ടുള്ള 95% പേരും പിന്നീട് കോടതി അവരെ കേസിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ പോലീസ് അനങ്ങാതെ ഇരിക്കും, ഈ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യില്ല, മതിയായ രീതിയിൽ അന്വേഷണം നടത്തില്ല. മാത്രമല്ല അഥവാ ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയാൽ തന്നെ അതിൽ കുറ്റക്കാരല്ലാത്ത ആളുകളെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് കോടതി ഇവരെയൊക്കെ നേരത്തെ റഹീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ശതമാനം കേസുകളിലും കോടതി പിന്നീട് ഇവർ നിരപരാധികളാണെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കിയ അനുഭവങ്ങളാണ് ധർമ്മസ്ഥലയിൽ ഉണ്ടായിരിക്കുന്നത്. റഹീസ് ഇത് പറയുമ്പോഴാണ് സുജാത എന്ന കൊൽക്കത്തയിൽ ഈ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായിരുന്ന സുജാതയുടെ മകൾ അനന്യ ഭട്ട് ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ നിന്ന് കാണാതായത്. ഏതാണ്ട് 10-22 വർഷം കഴിഞ്ഞിട്ടും അനന്യ എന്ന സ്വന്തം മകളെ കുറിച്ചൊരു വിവരവും കിട്ടാതിരുന്നാണ് സുജാത പിന്നീട് ഈ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായത്. അവരും ഇതേപോലെ പോലീസിലെത്തിയപ്പോൾ അവർ പരാതിപ്പെട്ടപ്പോഴും ആ പരാതി സ്വീകരിക്കാൻ അന്ന് പോലീസ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒട്ടേറെ കേസുകൾ വരുന്നു. അവിടെ മാധ്യമപ്രവർത്തകരും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ നിയമവിദഗ്ധരും ഒക്കെ ചേർന്നൊരു വലിയ സംഘമായി തന്നെ അവർ ഈ വിഷയങ്ങളിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തുണ്ടല്ലോ. ഇനി കോടതി പോലീസിനോട് നിർദ്ദേശം നൽകിയപ്പോൾ, ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയപ്പോൾ എത്ര ദിവസത്തിനകം ഇതിൽ പരിശോധന നടത്തണം എന്ന ഒരു ടൈം ഫ്രെയിം കോടതി നിശ്ചയിച്ചിരുന്നു? ബൽത്തങ്ങാടി കോടതി ഇതിലെല്ലാം അന്വേഷണം നടത്താൻ പറഞ്ഞപ്പോൾ ഒരു സമയക്രമം നിശ്ചയിച്ചിരുന്നു. GK, അത്തരത്തിലൊരു സമയക്രമം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് SP-യിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കേസാണ്. ആ ഒരു ഒറ്റ വാദമാണ് പോലീസിന്റെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരൊരു ന്യായീകരണമായി അതൊരു ഷീൽഡായിട്ട് പോലീസ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കേസാണ്. പലതരത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ അന്വേഷണം പുരോഗമിച്ച് അതിനകത്തൊരു റിസൾട്ട് ഉണ്ടാവാൻ കഴിയുകയുള്ളൂ. ആ റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ഈ അന്വേഷണം തന്നെ തുടങ്ങാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരാൾ മുന്നിലുണ്ട്. അയാൾ കാട്ടിത്തരുന്ന കുറേ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ അല്ലെങ്കിൽ അയാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നെങ്കിലും പരിശോധിക്കാൻ പോലീസിന്റെ മുമ്പിൽ ഇത്രയും ദിവസം ധാരാളമായിരുന്നു. കാരണം ഇയാൾ ഓരോ സ്ഥലങ്ങളും എണ്ണി അടയാളപ്പെടുത്തിയാണ്, അതിന് ഓരോ അടയാളങ്ങളും കൂടി വെച്ചുകൊണ്ടാണ് എവിടെയാണ് ഈ മൃതദേഹം ഉള്ളത് എന്ന് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി കോടതിയുടെ മുന്നിൽ അക്കമിട്ട് ഓരോ സ്ഥലങ്ങളടക്കം ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ പോലീസിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകും. ആ ധാരണയുടെ പുറത്ത് മാത്രമാണല്ലോ പിന്നീട് ഒരു അന്വേഷണം നടക്കുകയും അതിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ എത്തുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മളും പൂർണ്ണമായി പറയുന്നില്ല ഇവിടെ അത്രയും മൃതദേഹമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ദുരൂഹത നിറഞ്ഞ ഒരുപാട് മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ മരണങ്ങൾക്ക് പിന്നിൽ എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ പോലീസ് അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ നാട്ടിലെ പല ഘടകങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് എല്ലായിടത്തും ഒരു വിങ് ഉണ്ടാക്കി ഒരു പ്രത്യേക സംഘം, ആ സംഘത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരുമുണ്ട്. അത് ചെറിയൊരു തട്ടുകട മുതൽ അങ്ങോട്ട് ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വരെ ഇതിലെ ഒരു കണ്ണികളാണ് എന്നുള്ള നാട്ടുകാരുടെ സംശയം. സത്യത്തിൽ ആ സംശയത്തിൽ വലിയ കഴമ്പുണ്ട്. അത് ഇവിടെ നിൽക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിൽ പോലീസിന്റെ ഇടപെടൽ നടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പോലീസ് ഇവിടെ പരാതി വരുന്നു, പരാതി സ്വീകരിക്കുന്നു, അത് നടപ്പിലാക്കി തരാമെന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം എന്ന തരത്തിൽ ഒരു ഘട്ടത്തിലും ഇവർ കടന്നിട്ടില്ല. എപ്പോഴാണ് എക്സ്കവേഷൻ നടക്കുക എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള മറുപടിയും പോലീസിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല.
അപ്പോൾ അങ്ങനെ അതിനുള്ള സന്നാഹം ഒരുക്കുക പോലും അവർ ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് ശരി കൂടി ശരി അറിയുമ്പോൾ മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട വികൃതമാക്കപ്പെട്ട മൃതശരീരങ്ങൾ കുഴിച്ചുമൂടാൻ താൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങളൊക്കെ മറവ് ചെയ്ത സ്ഥലം തനിക്കറിയാം. അവിടെ നിന്നും കുടിച്ചെടുത്ത ഒരു അസ്ഥികൂടവുമായിട്ടാണ് ഈ ശുചീകരണ തൊഴിലാളി ബൽത്തങ്കാടി കോടതിയിലെത്തിയത്. അതിനുശേഷം കോടതി നൽകിയ നിർദ്ദേശമായിരുന്നു ഈ കാര്യങ്ങളിൽ മതിയായ അന്വേഷണം വേണമെന്നത്. അതിന് തെളിവ് ശേഖരണം ആവശ്യമാണ്. ആ തെളിവെടുപ്പിന് വേണ്ടി ഇന്ന് സാക്ഷി ഹാജരായി, പക്ഷേ പോലീസ് എത്തിയില്ല. ധർമ്മസ്ഥലയിലെ നാട്ടുകാർ പറയുന്നത് വലിയ ഒരു നെക്സസ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് താഴേക്കിടയിലുള്ള ആളുകൾ തൊട്ട് ഒരു വലിയ സംവിധാനം ഇതിന്റെ പിന്നിൽ നിഴലായി പ്രവർത്തിക്കുന്നുണ്ട്. ആ നിഗൂഢ ശക്തികൾ ഇതിന് പിന്നിൽ എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും അട്ടിമറിക്കാൻ കരുത്തുള്ളവരാണ് അവർ എന്നതായിരുന്നു ആ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഏതായാലും തിരോധാന കേസുകൾ, അന്യായമായി പീഡിപ്പിക്കപ്പെട്ട കേസുകൾ, പുറത്തു വന്നിരിക്കുന്ന വികൃതമാക്കപ്പെട്ട മൃതദേഹങ്ങൾ, അജ്ഞാതമായ മൃതശരീരങ്ങൾ, ഇങ്ങനെ തുടങ്ങി ധാരാളം കേസുകൾ 1970കളുടെ അവസാനം മുതൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം എത്തുന്ന, അതിലെ സത്യാവസ്ഥകളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായി ഈ പോലീസിന്റെ അന്വേഷണം മാറേണ്ടതുണ്ട്. അതിന് സഹായകരമാകും എന്ന് നമ്മൾ കരുതുന്നത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലാണ്. കുഴി തോണ്ടിയെടുത്ത് അവിടെ നിന്നും ആ മൃതശരീരങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ ഈ അന്വേഷണം മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ എക്സ്കവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. അതിനാണ് ഇന്ന് പോലീസ് അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് പിന്നിൽ അട്ടിമറി ശ്രമമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നത്. ധർമ്മസ്ഥല അങ്ങനെ ഒരു നിഗൂഢമായ ഇടമായി മാറിയിരിക്കുന്നു. അവിടെ